അഭയകേന്ദ്രത്തിന് ഭീഷണിയായിരുന്ന മരം വെട്ടിമാറ്റി ടീം റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ. ഈരാറ്റുപേട്ട വെട്ടിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന കരുണ അഭയകേന്ദ്രത്തിന് ഭീഷണിയായിരുന്ന വലിയ പ്ലാവുമരമാണ് കരുണ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം ടീം റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ വെട്ടിമാറ്റി സുരക്ഷിതമാക്കിയത്. ടീം റെസ്ക്യൂ ഫോഴ്സ് പ്രസിഡന്റ് നൌഷാദ് വെള്ളൂപ്പറമ്പിൽ, ട്രഷറർ ആരിഫ് വാഴയിൽ, അംഗങ്ങളായ നിയാസ്, ആസിഫ്, യൂസുഫ്, യാസിർ, ഷാഹിദ്, യൂനുസ് എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. റെസ്ക്യൂ ഫോഴ്സ് ഒരു അഭിനന്ദനാർഹമായ ഒരു സേവനമാണ് നമ്മുടെ കാഴ്ചവെച്ചത്. നമ്മുടെ അപകടാവസ്ഥയിൽ നിന്ന ഒരു കരയുടെ പുറകിൽ കിച്ചൻ്റെ സമീപത്ത് നിന്ന ഒരു മരം, ഒരു പ്ലാവാണ്. ആ പ്ലാവ് വെട്ടിമാറ്റാൻ ഞാൻ 1-2 പേരെ വിളിച്ചിരുന്നു, കരിവെട്ടുകാരെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉടനെ അനസിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ വെള്ളൂപ്പറമ്പിൽ അനസിനെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ വിളിച്ച് കാക്ക ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കരുണയുടെ വർക്കല്ലേ, ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്ഥിതിക്ക് അപകടാവസ്ഥയിൽ നിന്ന് ആ മരം, ആ പ്ലാവ് വെട്ടിമാറ്റുകയും വളരെ സുദീർഘമായ രീതിയിലുള്ള ഒരു സേവനമാണ് ചെയ്തിരിക്കുന്നത്. നാടിൻ്റെ സേവന മുഖങ്ങളിൽ നിറഞ്ഞു വെക്കുന്ന ഈ ടീം റെസ്ക്യൂ ഫോഴ്സ് ഇനിയും തുടർന്നുള്ള സേവനങ്ങൾ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനും ഒരു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നാടിന് ഈ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് നാടിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ എന്തുകൊണ്ടും ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു ഒരു ഫോഴ്സ് കൂടെയാണ് എന്നെനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഈ സേവനം അള്ളാഹു എന്തുകൊണ്ടും സേവന മാർഗത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാനും നല്ല സേവനം ചെയ്യുവാനും ഇവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഒരു പൈസ പോലും പ്രതിഫലപ്പെട്ടാതെ ചെയ്ത സേവനത്തിന് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.